ഒരു ഗരുഡന്റെ നിശ്ചല ദൃശ്യവുമുണ്ട്. അതിന് മുന്നിലായി മറ്റ് കാണികളൊക്കെ തന്നെയും അതിനെ വീക്ഷിച്ചുകൊണ്ട് അതിൻ്റെ കൂടെ കടന്നു വരുന്ന കാഴ്ച കൂടിയുണ്ട്. അത്തരത്തിൽ ഈ പുലിക്കളിയെ വളരെ ഭംഗിയുള്ളതാക്കി മാറ്റുന്ന ഒരു ദേശമായി നിലവിൽ ഈ അയ്യന്തോൾ മാറിയിരിക്കുന്നു. നിലവിൽ അയ്യന്തോളിൻ്റെ സംഘം ഈ സ്വരാജ് റൗണ്ടിലൂടെ കടന്നു പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. അതിനെ കാണികളൊക്കെ തന്നെ ഇരു കൈയും നീട്ടി സ്വീകരിക്കുന്ന കാഴ്ച കൂടി കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. നിലവിൽ ഈ സ്വരാജ് റൗണ്ട് ഒരു അതിശയകരമായ രീതിയിലേക്ക് കാണികളുടെ എണ്ണം കൊണ്ട് മാറിയിരിക്കുന്നു എന്നതാണ് ഏറെ ശ്രദ്ധേയമായ ഒരു കാര്യം. ഇവിടെ 3 റോഡുകൾ കൂടിച്ചേരുന്ന ഒരു പ്രധാന പോയിന്റാണ്. അവിടെയൊക്കെ തന്നെ നിലവിലിപ്പോൾ ഒരു കല്ലിട്ടാൽ അത് ആരുടെയെങ്കിലും തലയിൽ വീഴുന്ന ഒരു സാഹചര്യം. അത്തരത്തിൽ ഇവിടെ ആളുകളെ കൊണ്ട് ജനങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഞാൻ മുന്നേ തന്നെ സൂചിപ്പിച്ചതുപോലെ തന്നെ തൃശ്ശൂരിനെ സംബന്ധിച്ച് പൂരമാണെങ്കിലും പുലിക്കളിയാണെങ്കിലും അത്തരത്തിൽ ഏതൊരു ആഘോഷമാണെങ്കിലും മറ്റെല്ലാ കാര്യങ്ങളും മാറ്റിവെച്ചുകൊണ്ട് ജാതി മത ഭേദമന്യേ എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ചുകൊണ്ട് അവർ ആ ഒരു കലയെ ഏറ്റെടുക്കുന്നതാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത്. കലയെന്നും നല്ല സന്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നതാണ്. ഒപ്പം തന്നെ നമ്മൾ ഇതിനു മുന്നേ കടന്നുപോയ ഈ പുലിക്കളി ദേശങ്ങളുടെ പ്ലോട്ടുകളിലൊക്കെ തന്നെയും ലഹരിക്കെതിരെയുള്ള സന്ദേശങ്ങളും അത്തരത്തിൽ ഇന്ന് സമൂഹം നേരിടുന്ന ഭീഷണിക്കെതിരെയുള്ള നിരവധി സന്ദേശങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പ്ലോട്ടുകളടക്കം കണ്ടിരുന്നു. അത്തരത്തിൽ കല നൽകുന്ന ആ ഒരു സന്ദേശം ഇവിടെയുള്ള ജനങ്ങളൊക്കെ തന്നെ ഏറ്റെടുക്കണം എന്ന ഒരു കാര്യം കൂടി ഈ പുലിക്കളിയുടെ ഭാഗമായുള്ള നിശ്ചല ദൃശ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അത്തരത്തിൽ മികച്ച സന്ദേശങ്ങൾ കൂടി ഈ പുലിക്കളിയുടെ ഭാഗമായി ജനങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായ. അപ്പോൾ ആഘോഷം മാത്രമല്ല, അതിനൊപ്പം തന്നെ വലിയ സന്ദേശങ്ങൾ സമൂഹത്തിന് പകർന്നു നൽകാൻ കൂടി ശ്രദ്ധിക്കുന്നുണ്ട് ഓരോ ദേശങ്ങളും ഓരോ ടീമുകളും എന്നതുകൂടിയാണ് അമൽനാഥ് പാടിച്ചാൽ നൽകുന്ന വിവരം.